ജന്മന കാഴ്ചയില്ലാത്ത ആളായിരുന്നു റോഹൻ. എന്നാൽ തന്റെ വൈകല്യത്തെ ഒരിക്കലും ഒരു കുറവായി കണ്ടിരുന്നില്ല. റോഹൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് ഹിന്ദിയിൽ വ്യത്യസ്ത ശബ്ദങ്ങൾ നൽകി ജീവൻ പകരുന്നതിന് അവന് വലിയ കഴിവുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെയാണ് തന്റെ സുഹൃത്ത് വഴി സുപ്രിയ എന്ന കാഴ്ചയില്ലാത്ത പെൺകുട്ടിയെ റോഹൻ പരിചയപ്പെടുന്നത്. സുപ്രിയയും ആരെയും ആശ്രയിക്കാതെ സ്വന്തം ജോലി ചെയ്ത് ജീവിക്കുന്ന ആത്മവിശ്വാസമുള്ള പെൺകുട്ടിയായിരുന്നു. അങ്ങനെ അവരുടെ സൗഹൃദം പതിയെ പതിയെ പ്രണയമായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം റോഹൻ തനിക്കായി പണിയുന്ന പുതിയ ഫ്ളാറ്റിലേക്ക് സുപ്രിയയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കാഴ്ചയില്ലെങ്കിൽ റോഹൻ ആ ഫ്ളാറ്റിലെ ഓരോ കാര്യങ്ങളും കാണാപ്പാടമായിരുന്നു. ഇരുവരും അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങി. അവസാനം അവരുടെ പ്രണയം വിവാഹത്തിലെത്തുന്നു. പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെ അവർ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ ദുരന്തം കടന്നു വരുന്നു. ഒരു രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രാദേശിക രാഷ്ട്രീയ നേതാവായ ഷെല്ലാറിന്റെ സഹോദരൻ അമിത്തും അവന്റെ സുഹൃത്തായ വസീമും സുപ്രിയയോട് മോശമായി പെരുമാറുന്നു. ഇത് കണ്ട് റോഹൻ അവരെ തടഞ്ഞു. ബഹളം കേട്ട അയൽവാസികൾ പുറത്തേക്ക് വന്നതോടെ അമിത്തും വസീമും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ ഈ അപമാനം അമിത്തിന് സഹിക്കാനായില്ല. പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച അവൻ റോഹൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് വസീമിനൊപ്പം റോഹന്റെ വീട്ടിൽ കയറുന്നു. അവർ സുപ്രിയയെ ക്രൂരമായി ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ റോഹൻ ഈ സംഭവം അറിഞ്ഞ് തകർന്നു പോകുന്നു. അവർ പരാതി നൽകിയപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ വൈദ്യപരിശോധന നടത്താൻ പോലീസ് ആവശ്യപ്പെടുന്നു. പോകുന്ന വഴിക്ക് ഷെല്ലാറിന്റെ ആളുകൾ ഇവരെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് ഒരു കടൽ തീരത്ത് ഉപേക്ഷിക്കുന്നു. സമയപരിമിതി കഴിഞ്ഞതിനാൽ വൈദ്യപരിശോധന നടത്താൻ സാധിക്കില്ല. തിരികെ പോലീസ് സ്റ്റേഷനിലെത്തിയ അവരെ പോലീസുകാർ ഒരുപാട് അപമാനിച്ചു. പണത്തിന് വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നു. ഇനി കൂടുതൽ അപമാനം സഹിക്കാൻ കഴിയില്ലെന്ന് കരുതി സുപ്രിയ കേസ് പിൻവലിച്ചു. മനസ്സ് നൊന്ത് ഇരുവരും സ്റ്റേഷനിൽ നിന്ന് മടങ്ങി. പിന്നീട് അവർ പഴയ സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ ശ്രമിച്ചു. എന്നാൽ സംഭവത്തിന്റെ ആഘാതത്തിൽ റോഹൻ ആകെ മാറിപ്പോയിരുന്നു. അവൻ സുപ്രിയയോട് അധികം സംസാരിക്കാതെ അകന്നു നിൽക്കുകയും ചെയ്യുന്നു. ഇത് സുപ്രിയയെ കൂടുതൽ വിഷമത്തിലാക്കി. ഇത് തെറ്റായിപ്പോയെന്ന് മനസ്സിലാക്കിയ റോഹൻ അവളോട് മാപ്പ് പറയാൻ വേണ്ടി വീട്ടിലെത്തി അവളെ തെരഞ്ഞു നോക്കുമ്പോൾ അവളെ കാണാനില്ല. സുപ്രിയ ആത്മഹത്യ ചെയ്തിരുന്നു. തകർന്നുപോയ റോഹൻ പിന്നീട് സുപ്രിയയുടെ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തുന്നു. ആ കത്തിൽ നിന്നാണ് അവൻ മറ്റൊരു സത്യം അറിയുന്നത്. അമിത്തും വസീമും വീണ്ടും വീട്ടിൽ കയറി സുപ്രിയയെ പീഡിപ്പിച്ചിരുന്നു. ആ വേദനയും അപമാനവും സഹിക്കാതെയാണ് അവൾ ജീവിതം അവസാനിപ്പിച്ചത്. ഇവരുടെ എല്ലാ തെറ്റുകൾക്കും സപ്പോർട്ട് അമിത്തിന്റെ സഹോദരനായ ഷെല്ലാറാണെന്ന് റോഹൻ തിരിച്ചറിയുന്നു. നിയമം ഇവർക്ക് ശിക്ഷ നൽകില്ലെന്ന് തിരിച്ചറിഞ്ഞ റോഹൻ തന്റെ ഡബ്ബിംഗ് കഴിവ് ആയുധമാക്കി പ്രതികാരം ആരംഭിക്കുന്നു. ആദ്യം ഷെല്ലാറിന്റെ ശബ്ദത്തിൽ കോൺസ്റ്റബിളിനെ വിളിച്ച് വസീമിനെ ജയിലിലാക്കുന്നു. പിന്നീട് അമിത്തിനെയും വസീമിനെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ച് വസീമിന്റെ പിതാവിനെ വരെ ഉൾപ്പെടുത്തി വലിയൊരു സംഘർഷം ഉണ്ടാക്കുന്നു. ആ സംഘർഷത്തിനിടെ അമിത് വസീമിന്റെ പിതാവിനെ കൊലപ്പെടുത്തുകയും പിന്നീട് റോഹൻ വസീമിനെ കിണയിൽ വീഴ്ത്തി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ശേഷം അമിത്തിനെ ഗോഡൌണിലേക്ക് വിളിച്ചു വരുത്തി കീഴടക്കിയ റോഹൻ അവന്റെ ശബ്ദത്തിൽ ഷെല്ലാറിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. റോഹൻ ഒരുക്കിയ കിണയിൽ അമിത് കൊല്ലപ്പെടുന്നു. ഒടുവിൽ ഷെല്ലാറിനെയും തന്റെ ഫ്ളാറ്റിൽ വെച്ച് നേരിട്ട് ഇല്ലാതാക്കുന്നു. എല്ലാം ചെയ്തത് റോഹനാണെന്ന് ഇൻസ്പെക്ടർക്ക് മനസ്സിലായെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ അവനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം റോഹൻ സുപ്രിയയുടെ ചിതാഭസ്മം കടലിലൊഴുക്കി തന്റെ പ്രതികാരം പൂർത്തിയാക്കുന്നു.